എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞു വ്ളോഗ് കണ്ടാലോ. അപ്പോൾ ഇന്ന് നിക്കാഹ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ. ഒരു 8:15 നമ്മൾ ഒരുക്കങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ തന്നെയാണ് അവളെ ഒരുക്കുന്നത്. അതുപോലെ തന്നെ അവളിങ്ങനെ വേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ടേബിൾ ഫാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് അവിടുന്ന് കൊടുത്തയച്ച ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് അവളെ നിക്കാഹ് ഡ്രസ്സ് വരുന്നത്. 10 മണിയാകുമ്പോൾ ആയിരുന്നു കേട്ടോ നിക്കാഹ്. ഒരു 10 മണിയായപ്പോഴത്തേന് നമ്മൾ മാറ്റിക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു. പിന്നെ അത് തന്നെ അവളെ ഈ ഒരു ലുക്കിൽ കണ്ടപ്പോൾ തന്നെ അവളെ അതൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു എക്സ്പ്രഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നില്ല. പിന്നെ അവളൊപ്പയാണ് അതിൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ടായിരുന്നു. അവളെ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവളെ വീടിൻ്റെ ഉള്ളിലേക്ക് അവളെ ഉമ്മക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ അവളിങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ. മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ അവൾ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കാണുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് അവളെ വീട്. ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ മുന്നിൽ തന്നെ. പിന്നെ ഉസ്താദ്മാരൊക്കെ നിൽക്കാനായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് തന്നെ ഒരു 5-10 മിനിറ്റ് അത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചെക്കൻ്റെ എൻട്രി ആയിട്ട് നിങ്ങൾ കാണുന്നത്. ചെക്കൻ്റെ വീടിന് ഫാമിലി അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ ഒരു 5-10 മിനിറ്റ് ലേറ്റായി അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ലോങ്ങും ആണ് ഈ ഒരു സ്ഥലം വരുന്നത്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതാണ് അവളെ ഉപ്പ, പിന്നെ അവളെ അളിയന്, പിന്നെ ഉപ്പൻ്റെ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഒരുക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു കംപ്ലയിൻറ്റ് കേൾക്കും. കുറേ പേർക്ക് കൂടുതലുള്ള പോലെ തോന്നും, കുറേ പേർക്ക് കുറഞ്ഞ പോലെ തോന്നും. പിന്നെ കുറഞ്ഞത് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കുക. പിന്നെ ഒരു ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അത് പറ്റാത്തവരുണ്ടാവും. അങ്ങനെ എന്തായാലും കുറ്റങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. പിന്നെ ഞാൻ അവളോട് ആദ്യം തന്നെ പറഞ്ഞു, ഞാനാ ചെയ്തതെന്ന് പറയരുത്. നമ്മൾ ഓവറായിട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഓവർ പുട്ടിയടിക്കലൊന്നുമില്ല കേട്ടോ. ആകെ കുറച്ച് ഫൗണ്ടേഷൻ വെച്ചിട്ട് പിന്നെ കൺസീലർ വെച്ച് ഒന്ന് ഫേസിലുള്ള മാർക്കൊക്കെ ഒന്ന് കവർ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കൺസീലർ കുറച്ച് ഇട്ടു, ഒരു ഗ്ലാസ് സ്കിന്ന് വരാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് യൂസ് ആക്കി. അല്ലാതെ ഓവർ പുട്ടിയടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഫേസിന് ചേർന്ന് പോകുന്ന ഒരു മേക്കപ്പ് ലുക്ക് തന്നെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിക്കാഹ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉസ്താദുമാരും ആണുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അകത്ത് നിന്നായിരുന്നു കേട്ടോ മഹറിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ച് അവരൊക്കെ പോയതിന് ശേഷം ആ പെണ്ണിനെ അവളെ ഉപ്പയും ഉമ്മയും ചെക്കൻ്റെ അടുത്ത് സ്റ്റേജ് മേലേക്ക് കയറ്റുന്നതാണ്. പിന്നെ അവരത് കഴിഞ്ഞ് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവരെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് ചെക്കൻ്റെ നാട്ടിലേക്ക് ഒരു 2.5 മണിക്കൂർ ഓട്ടം വരുന്നുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിലാണ് ചെക്കൻ്റെ നാട് വരുന്നത്. കറക്റ്റായിട്ട് സ്ഥലപ്പേര് അറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത്. ഫേസ് ടു ഫേസ് നോക്കിക്കാൻ പറയുമ്പോൾ തന്നെ അവൾ ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അവൾക്ക് പെട്ടെന്ന് ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെ ഫുഡിൻ്റെ ഏരിയ കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഈ കണ്ടത്. പിന്നെ അവിടുന്ന് ചെക്കനെ അവൾക്ക് കൊടുത്ത ഫ്ലേവറൊക്കെ എടുത്ത് നമ്മളൊന്ന് പട്ടി ഷോ നടത്തുന്നുണ്ട്. ചെക്കനും പെണ്ണും ഫുഡ് കഴിക്കുന്നിടത്ത് ഇരുന്ന് നമ്മളിങ്ങനെ കളിയാക്കുക കേട്ടോ. അവൾക്ക് വാരി കൊടുക്ക്, ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ഫേസ് തരാണ്ട് അവളിങ്ങനെ മറിഞ്ഞ് കളിക്കുകയാണ്. പിന്നെ പുതിയാപ്പിൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കുന്നൊക്കെ അവളോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഫുഡ് കഴിക്കാൻ മടിയാവുന്നുണ്ടായിരുന്നു. ഒന്നാമത് വീഡിയോ എടുക്കുന്ന ആൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഫുഡ് കഴിക്കുന്നിടത്ത് എല്ലാവരും ഇങ്ങനെ ചുറ്റി നിന്നിട്ട് അവൾക്ക് മടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ പുതിയാപ്പിള അതൊന്നും മെയിൻ്റെ ആക്കുന്നില്ല. നമ്മളെന്ത് പറയുന്നുണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കാണ്ട് നമ്മളോട് അങ്ങനെ സംസാരിച്ചിങ്ങനെ പോവാം കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ അയൽവാസി ഫുഡ് അടി കേട്ടോ. പിന്നെ ഒരാളിവിടെ ഫുഡൊക്കെ രുചിച്ച് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ ഇത് നമ്മൾ നിൽക്കുന്ന ഈ വാർഡിൻ്റെ അല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള വാർഡിൻ്റെ തന്നെ മെമ്പറാണ്.
പിന്നെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിഠായി കൊടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ. പിന്നെ അവർ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതാണോ നിങ്ങൾ ഈ കാണുന്നത്. കേക്കിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഒരു കേക്ക് മുറിക്കുന്ന അപാരത കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അവൾ കേക്ക് മുറിച്ചിട്ട് അപ്പുറമുള്ള കുട്ടീൻ്റെ വായിലേക്കാണ് വെച്ച് കൊടുത്തത്. ഒന്നാമത് കുട്ടികളെല്ലാവരും കേക്ക് മുറിക്കുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ രണ്ടാളും അപ്പുറമുള്ള കുട്ടിക്കാട്ടോ ആദ്യം കൊടുത്തത്. കുട്ടി കഴിപ്പിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മളെല്ലാവരും ഇപ്പുറത്തുനിന്ന് റൗണ്ട് ചുറ്റും പറഞ്ഞിട്ടാട്ടോ അവിടെ കൊടുക്കുന്നത് തന്നെ അവർ. പിന്നെ ഇനിയിപ്പം എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ അമ്മായി ആട്ടോ അയച്ചാൽ ഓളെ ഉപ്പാൻ്റെ പെങ്ങളാണ് കൈ പിടിച്ച് അയച്ചാൽ ചെക്കൻ്റെ ഉമ്മാൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, ശരിക്കും കല്യാണത്തിനാണ്. പക്ഷെ അവൾ ഇന്ന് പുതിയാപ്പിളിൻ്റെ വീട്ടിൽ പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് രാത്രി വരും കേട്ടോ. നിൽക്കഴിച്ച് ചിലയിടത്ത് അന്ന് തന്നെ അവളെ കൊണ്ടുപോയിട്ട് വീട്ടിലൊന്നും കയറ്റിയാൽ വീട്ടിൽ ഉപ്പൻ്റെ ഉമ്മ അല്ലെ ഉമ്മൻ്റെ ഉമ്മയൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെയാണ്. ഒന്ന് ഉമ്മമാരെ കാണിക്കാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോയിട്ട് രാത്രി അവൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. അവൾ പോവുക കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വീട്ടിലേക്ക്. അയച്ചാൽ പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്ക് പോവുക. പിന്നെ ഓള് വടിയും പുതിയാപ്പിളിൻ്റെ വീട്ടിലൊന്നും തന്നെ ആട്ടോ ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഒരു അയച്ചാൽ വീട്ടിലൊന്ന് കയറ്റി തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോയി ആക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു പോക്കിനെ അവളെ കൂടെ വേറെ ആരും പോകുന്നില്ല. രാത്രി പുതിയാപ്പിള അവളെ ഇവിടെ ആക്കി കൊടുത്ത് പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ അവൾക്ക് കിട്ടിയ ബോക്സ് ചെയ്യാൻ അവളെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതിൽ മിഠായി, അവൾക്ക് കിട്ടിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അവൾക്ക് കിട്ടിയ മിഠായി, ഡ്രസ്സ്, അതുപോലെ തന്നെ ചെരുപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പം പറഞ്ഞാൽ പൊതുവേ നമ്മളിവിടെയൊക്കെ നിക്കാവും എൻഗേജ്മെൻറ്റൊക്കെ വെച്ചാൽ പെണ്ണ് കാണൽ ചടങ്ങും നിക്കാവൊക്കെ ഒറ്റ ദിവസമാണ്. നമ്മൾ ആദ്യമൊക്കെ ഇത് 2 ദിവസമായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് പലവരും ചുരുക്കമാക്കിയിട്ടുണ്ട്. ഈ എൻഗേജ്മെൻറ്റ് വേറൊരു ദിവസം, നിക്കാവ് വേറൊരു ദിവസം. ഇപ്പോൾ ചുരുക്കമാണ്. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ എല്ലായിടത്തും. ഇതും ഇതുപോലെ തന്നെ ആയിരുന്നു. നിക്കാവും പെണ്ണ് കാണൽ ചടങ്ങ് എൻഗേജ്മെൻറ്റൊക്കെ ഒറ്റ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. വിളിച്ചിടാനുള്ള മടിയോണ്ട് ഞാനൊന്നും തൊടാൻ പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഡേറ്റ്സും നെറ്റ്സൊക്കെ വെച്ചിട്ട് വേറെ തന്നെ ആയിരുന്നു ബോക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ.